am Gopika Shivani, IIT Kanpur BTech Aerospace Engineering second year student ആണ്. ഞാനിവിടെ സൈലം ലേണിങ്ങിൽ ഫസ്റ്റ് JEE റിപ്പീറ്റർ ബാച്ച്, അതായത് 2022 JEE ക്ലിയർ ചെയ്ത് IIT കയറിയ ഒരാളാണ്. ഇപ്പോൾ തേർഡ് സെം കഴിഞ്ഞുള്ള വെക്കേഷന് വന്നേക്കുവാണ് ഇവിടെ. നിങ്ങൾ കടന്നുപോയ അതേ വഴികളിലൂടെ പോയി വന്ന ഒരാളാണ് ഞാൻ. സോ എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചൊരു കംഫർട്ടിങ് ആവും എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും എല്ലാ സ്ട്രെസ്സും എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും, അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഈ ഒരു ലാസ്റ്റ് 1 മന്തിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് പിള്ളേർ മെസ്സേജ് അയക്കാറുണ്ട്, എന്താ ചേച്ചി എങ്ങനെയാണ് പഠിക്കണ്ടേ, ഏതാ പഠിക്കണ്ടേ, ക്വസ്റ്റ്യൻസ് ചെയ്യണോ, തിയറി പഠിക്കണോ, ഇതുപോലെ ഒരുപാട് ഡൗട്ട് വെച്ച് പിള്ളേർ വരാറുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ അറിയാത്ത കാര്യങ്ങൾ ഇനി കൂടുതലായിട്ട് പഠിച്ചെടുക്കാൻ നോക്കണ്ട, പഠിച്ച കാര്യങ്ങൾ തറവായിട്ട് പഠിക്കാൻ നോക്കാം. പിന്നെ അതുപോലെ ഏത് സബ്ജക്റ്റിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ടാവും. മെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഭയങ്കര വീക്കായി, പക്ഷേ വേറെ 2 സബ്ജക്റ്റിൽ നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാം. പക്ഷേ അഡ്വാൻസിൻ്റെ വരുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് വൈസ് കട്ട് ഓഫ് ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിക്കണം. പക്ഷേ ഇപ്പോൾ തൽക്കാലം മെയിൻസിന് പൊതുവേ പറയുന്നത് കെമിസ്ട്രിയാണ് കുറച്ചും കൂടി സ്കോറിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്നാണ്. കാരണം പൊതുവെ കെമിസ്ട്രിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാറ്, ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഓഫ് ഇക്വേഷൻസ് ഒക്കെ ആയിട്ടാണ് വരാറ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ. കാരണം എനിക്ക് ഫിസിക്സ് ആയിരുന്നു കുറച്ചും കൂടി കംഫർട്ടബിൾ. ഞാൻ ഫിസിക്സിലായിരുന്നു കൂടുതൽ സ്കോർ ചെയ്തത് 2 സെഷനിലും. ഗോപികനെ കുറിച്ചിട്ട് പിന്നെ എല്ലാ ടീച്ചേഴ്സിനുള്ള ഒരു യുണീക്ക് ഒപ്പീനിയൻ ഉണ്ട്. അതായത് ഗോപികന് ഏറ്റവും വലിയ പ്രത്യേകത ഒബീഡിയൻ്റ് ആണ്. അതായത് ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത്, സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ അതുപോലെ കൃത്യമായിട്ട് അനുസരിക്കുന്ന ഒരു കുട്ടിയാണ്. JEE മെയിൻസിൽ ഏകദേശം മാത്സിൽ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും? പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു പേടിയായിരിക്കും മാത്സ്. അപ്പോൾ മാത്സിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട, ഒരുപാട് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്, ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി, ബൈനോമിയൽ, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് സുഖമായിട്ട് സ്കോർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. ഒരു ക്വസ്റ്റ്യനൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് പോയി എന്ന് വിചാരിച്ചിട്ട് യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട. കാരണം നമ്മൾ ഇപ്പോൾ മാത്സ് കുറച്ച് വിട്ടിട്ട്, ഞാൻ അങ്ങനെ മാത്സിന് പറയുമല്ല, പക്ഷേ പൊതുവെ പിള്ളേർക്ക് കണ്ടുവരുന്നതാണ് മാത്സ് ഭയങ്കര ടഫാണ് എന്ന് പറയും, മാത്സ് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ നമ്മളിപ്പോൾ ബാക്കി 2 കെമിസ്ട്രിയും ഫിസിക്സും നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യു ആർ ഗ്രേറ്റ് ആക്ച്വലി. അപ്പം മാത്സിൽ നമ്മൾ പറ്റുന്ന പോലെ ഇപ്പോൾ ഇൻ്റഗ്രേഷനൊക്കെ നമുക്ക് സൈലത്തിൽ നിന്ന് ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ആ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അതായത് നമ്മൾ ആ ചെറിയ ഇക്വേഷൻസ് ഒക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ചിലവർക്ക് അത് മൈൻഡിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു ടോപ്പറുടെ സ്ട്രാറ്റജി ചിലപ്പോൾ നമുക്ക് വർക്കൗട്ട് ആയി എന്ന് വരില്ല. പലർക്കും പലതായിരിക്കും കംഫർട്ടബിൾ. അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ സ്ട്രാറ്റജി അതേപോലെ കോപ്പി ചെയ്യുന്നതിൻ്റെ പകരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ സ്ട്രാറ്റജിയൊക്കെ കണ്ടുപിടിക്കാൻ മാത്രം ടൈമുണ്ടോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഏതാണോ, നമ്മളിപ്പോൾ റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏത് പോർഷനാണ് ടഫായിട്ട് തോന്നുന്നത്, കൂളായിട്ട് അത് പോയി വായിക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആൻഡ് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് തോന്നുന്നു കൂടുതലും യൂസ്ഫുൾ ആവുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ഈ അവസാനം നിങ്ങൾ ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കുന്ന സമയമാണ്. ചില ആൾക്കാർ നിങ്ങളുടേതായ ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കും. JEE മെയിനിൽ 98.6% വാങ്ങി ID കാർഡ് എടുത്ത് പോന്നേക്കുവാണ്. ഈ സാധനം കൈ കിട്ടുമ്പോ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒഫീഷ്യലി IITN ആയി എന്നുള്ള ഒരു ഫീല്. ഈ ഒരു സാധനം കിട്ടുമ്പോഴാണ് നമ്മൾ അവിടുത്തെ ഒഫീഷ്യൽ സ്റ്റുഡൻ്റ് ആണെന്ന് മനസ്സിലാവുക. സോ ഓക്കെ, അടുത്തത് പറയാനുള്ളത് നമ്മുടെ ഈ എക്സാമിൻ്റെ തൊട്ട് മുന്നേ ഉള്ള മോക്ക് ടെസ്റ്റുകളുടെ ഒക്കെ കാര്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾക്ക് പലർക്കും പേടിയുണ്ടാവും എഴുതാൻ. അയ്യോ ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതി എനിക്ക് മാർക്ക് കിട്ടുമോ, ഇങ്ങനെ പല ഡൗട്ടും ഉണ്ടാവും. പക്ഷേ അതൊന്നുമല്ല വേണ്ടത്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം.
എന്നാലേ നമ്മുടെ ആ ഒരു ലെവല് നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എഴുതി പഠിക്കലില്ലായിരുന്നു എന്ന്. പക്ഷേ അതുപോലെ തന്നെ ആയിരുന്നു എനിക്കും ആദ്യം മോക്ക് ടെസ്റ്റൊക്കെ എഴുതാൻ പേടിയായിരുന്നു. അയ്യോ ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ, ഞാൻ കവർ ചെയ്തിട്ടില്ല പോർഷൻസൊക്കെ, അപ്പോൾ ഞാൻ എങ്ങനെ എഴുതാമെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റൊക്കെ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഒട്ടും ഇല്ലായിരുന്നു, പെർസെൻറ്റേജിലൊന്നും തീരെ ഇല്ലായിരുന്നു. പക്ഷേ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പത്തെ ലെവൽ അറിഞ്ഞിട്ട് ചിലവർക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റും, നന്നായിട്ട് എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ ചിലപ്പോൾ നല്ല പ്രിപ്പയർ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ പോലും മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അത്ര പെർസെൻറ്റേജിൽ നമുക്ക് എത്താൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അവിടെ നിങ്ങൾ ഡൗൺ ആവുകയല്ല വേണ്ടത്. അത് ആക്ച്വലി നിങ്ങളുടെ JEE മെയിൻസിൻ്റെ ഒറിജിനൽ JEE മെയിൻസിൻ്റെ മുന്നേ നിങ്ങളുടെ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത മോക്ക് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് മോക്ക് ടെസ്റ്റിലും ചിലപ്പോൾ മാർക്ക് കുറവായി എന്നൊക്കെ വരും. പക്ഷെ അവിടെയും ഡൗൺ ആയിരുന്നു. നമ്മുടെ മെയിൻ എയിം എന്താ, JEE മെയിൻസ് 2024. അതിൻ്റെ മുന്നേ എന്തായാലും നിങ്ങൾ സെറ്റ് ആയിക്കോളും. സോ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, എല്ലാ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഞാനത് അയ്യോ ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞില്ല, ഞാൻ എഴുതിയാലും എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, ഇനി JEE മെയിൻസിന് പോയി എഴുതാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അറ്റൻഡ് ചെയ്യുക. മാർക്ക് കുറഞ്ഞാലും നമുക്ക് അപ്പോഴാ ഒരു മെൻ്റലി നമുക്ക് ആ ഒരു സ്ട്രെങ്ത്ത് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു പവർ കിട്ടത്തുള്ളൂ. ഓക്കെ മാർക്ക് കുറയുവാണ്, ഞാൻ ഇന്നതൊക്കെ കറക്റ്റ് ചെയ്ത് പഠിക്കണം. അങ്ങനെ പഠിച്ചു, അടുത്ത മോക്ക് ടെസ്റ്റ് എഴുതി, ചിലപ്പോൾ അതിലും മാർക്ക് കുറയും. പക്ഷെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് എങ്കിലും കിട്ടും. ഓക്കെ നമ്മൾ ഒരു 3 മണിക്കൂർ ഇരുന്ന് ഒരു മോക്ക് ടെസ്റ്റ് എഴുതുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സോ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക. നമ്മൾ എക്സാം ഹാളിൽ കയറുന്നതിൻ്റെ മുന്നേ എല്ലാവരും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യലും നമ്മുടെ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കുന്നതിലും നമ്മുടെ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിലും മോക്ക് ടെസ്റ്റിന് വലിയൊരു പങ്കുണ്ട്. സോ നെവർ എവർ മിസ് ഔട്ട് മോക്ക് ടെസ്റ്റ്. ഈ ഒരു 1 ഇയറിൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ you guys can also do it.